ശ്രീ വി.പി. മുസ്തഫ, അങ്ങോട്ടില്ല, ക്ഷണം ലഭിച്ചു എന്ന് ആദ്യം പറഞ്ഞത് സീതാറാം യെച്ചൂരിയാണ്. ഡി രാജയും പറഞ്ഞു. പക്ഷേ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത രണ്ട് പാർട്ടികൾക്ക് അത് പറയാം എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ പറയുന്നത്. ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം അതുമാണല്ലോ. ഇവിടെ അതിൽ നേട്ടം കൊയ്യുകയും ചെയ്യാം. ആ നിലയ്ക്കാണ് നിങ്ങളുടെ ആ സമീപനം എന്ന് വിമർശിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തെ കൂടി നിങ്ങൾ അതിന്മേൽ കൂടിയുള്ള നിങ്ങളുടെ നിലപാട് അറിയിക്കണം. CPM-നെ സംബന്ധിച്ച് അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പുതിയതല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. കോൺഗ്രസിനുള്ള മറുപടി. കോൺഗ്രസ് അങ്ങനെയല്ലാതെ മറ്റെന്തെങ്കിലും നിലപാട് സ്വീകരിക്കും എന്ന് സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു സംഭവത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പം നമ്മൾ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിലും ഇവരുടെ വാദങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഇന്ന് വരെ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പൊ BJP ഗവൺമെന്റിന്റെ നീക്കത്തെ സംബന്ധിച്ച് സുചിന്തിതമായ ഒരു നിലപാടെടുത്തോ? വരട്ടെ കാത്തിരിക്കുകയല്ലേ. ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി ന്യായീകരിക്കുന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാകെ ന്യായീകരിക്കുന്നത് എങ്ങനെയാ? ഞങ്ങൾക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയമുണ്ട്, ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവരെ ക്ഷണിക്കാൻ പോയത് ആരാ? രാമജന്മഭൂമി ട്രസ്റ്റിന്റെ ആളുകളോ രാമജന്മഭൂമി എന്ന് പറയുന്ന പവിത്രമായ ഒരു മതവിശ്വാസ കേന്ദ്രത്തിന്റെ ആളുകളല്ലല്ലോ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകളാണ് കൂട്ടിക്കൊണ്ടുപോയത്. സീതാറാം യെച്ചൂരി ഇന്നലെ കാസർഗോഡ് പ്രസംഗിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. എന്റെ ഓഫീസിലേക്ക്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് ഡൽഹിയിലേക്ക് വന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകളാ. വിശ്വ ഹിന്ദു പരിഷത്ത് ആരാണ്? ഇന്ത്യയിലെ ആകമാനം ഹിന്ദുക്കളുടെ സംഘടനയാണോ അത്? ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദു ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണോ അത്? സംഘപരിവാറിന്റെ ഒരു സംഘടനയല്ലേ അത്? RSSന്റെ സംഘടനാ രൂപമല്ലേ അത്? RSSന്റെ സംഘടനാ രൂപമായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ വന്ന് ക്ഷണിച്ചാൽ അവരോട് നോ പറയാൻ എന്തേ കോൺഗ്രസിനാവാത്തത്? അത് CPM-ന്റെയോ CPI-യുടെയോ വോട്ടിന്റെ പ്രശ്നമാണോ? ഞങ്ങൾക്ക് എവിടെ സ്വാധീനമുണ്ട് എന്നുള്ളതിന്റെ പ്രശ്നമാണോ? വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള RSS സംഘടനകളെ പടിക്ക് പുറത്തു നിർത്താൻ വേണ്ടി കഴിയണ്ടേ? അങ്ങനെ ആവാത്തത് എന്തുകൊണ്ടാ? അത് തന്നെയല്ലേ അപ്പുറത്ത് RSSന് ഈ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് മുതലെടുക്കാൻ കഴിയുന്നത്. നിങ്ങൾ കാണേണ്ടത് ഹിന്ദുത്വ എന്ന് പറയുന്നത് വേറെയാണ്, ഹിന്ദു എന്ന് പറയുന്നത് വേറെയാണ്. ഇവിടത്തെ കോൺഗ്രസ്സുകാർക്ക് ഇനിയും അത് മനസ്സിലാകുന്നില്ലല്ലോ. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഹിന്ദുത്വം എന്താണ്, ഹിന്ദു മതം എന്താണ് എന്ന്. പക്ഷെ അപ്പോഴും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാ ദിനത്തിൽ പോകണോ പോകണ്ടയോ എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഐക്കണാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീം കോൺഗ്രസ്സുകാർക്ക് തന്നെ ബോധ്യമാകാത്തത്? എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്താത്തത്? ഇത് ഇന്നത്തെ കോൺഗ്രസിന്റെ മാത്രം അങ്കലാപ്പാണോ? യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഒരു ദുരന്ത കഥയാക്കി മാറ്റി തീർത്തതാരാ? അത് അന്നത്തെ ഉത്തർപ്രദേശിന്റെ ആ പ്രവിശ്യയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ വല്ലഭ് പന്തല്ലേ. 1949 ഒരു ദിവസം പുലരുമ്പോഴേ അവിടെ ബാബരി മസ്ജിദിൽ ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു. ഈ വിവരം അധികാര കേന്ദ്രങ്ങളിലേക്ക് ഉടനെ പോകുന്നു. കാരണം അതൊരു പ്രധാനപ്പെട്ട ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുമല്ലോ. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ പരമോന്നത നേതാവ് ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് നിർദ്ദേശമാണ് താഴോട്ടേക്ക് കൊടുത്തത്? എത്രയും വേഗം അതെടുത്ത് സരയുവിലേക്ക് എറിയൂ, അല്ലെങ്കിൽ നാളെ അതൊരു വർഗീയ കലാപത്തിന്റെ വിത്തായി മാറും. പക്ഷേ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗോവിന്ദ വല്ലഭ് പന്ത് തന്റെ നേതാവായ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ നിർദ്ദേശം കേട്ടില്ല. എന്തുകൊണ്ടാണ് കേൾക്കാതിരുന്നത്? തെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ഫൈസാബാദിൽ അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്ന നിയമസഭാംഗം രാജിവെച്ച ഒഴിവിൽ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടപ്പോ ഈ രാമലീല വിഗ്രഹം എടുത്തു മാറ്റണമെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കിയില്ല. പകരം ആ പേര് പറഞ്ഞിട്ട് പള്ളി പൂട്ടിയിട്ടു. ഇതല്ലേ സംഭവിച്ചത്? അത് പിന്നെ തുറന്നു കൊടുക്കുന്നത് ആരാ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് പ്രതിനിധി, 1986 ദീർഘകാലം പൂട്ടിയിട്ട പള്ളി തുറന്നു കൊടുക്കുന്നത് ആരാ? രാജീവ് ഗാന്ധി. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്ന എന്താ? രാജീവ് ഗാന്ധി തന്റെ മുത്തച്ഛൻ പറഞ്ഞിരുന്ന ആ നിർദ്ദേശം, 49 നിർദ്ദേശം നടപ്പിലാക്കിയല്ലേ വേണ്ടത്. അതിനു പകരം ആ പള്ളി മറ്റൊരു മതവിശ്വാസികൾക്ക് കൂടി ഈ വിഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് തുറന്നു കൊടുത്തു. 1989 അവിടെ ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തു. ഇതെല്ലാം രാജീവ് ഗാന്ധിയുടെ കാലത്തല്ലേ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? നേരത്തെ അദ്ദേഹം തന്നെ വലിയ അവകാശവാദമായിട്ട് ഉന്നയിച്ച ഈ മുസ്ലിം വനിതാ സംരക്ഷണ നിയമത്തിന്റെ പേരിൽ മുസ്ലിം പ്രീണനം മുദ്രകുത്തപ്പെട്ടപ്പോൾ മറുഭാഗം ഹിന്ദു ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഈ നടപടി സ്വീകരിച്ചു.
അതിന്റെ ഫലം എന്താ? 1989 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരി. ബിജെപിയുടെ സീറ്റുകളുടെ എണ്ണം 85 വർദ്ധിച്ചു. ശരി, ശ്രീ VPP മുസ്തഫ, അതല്ല ഇപ്പോൾ കാര്യം. അല്ല, ഒരു ഇപ്പോൾ ഈ കാര്യം സീറ്റ് കൂടി വർധനയിലേക്ക് സ്മൃതി, വരുമ്പോൾ നമുക്കിങ്ങനെ ചരിത്രം മുഴുവൻ ബിജെപിയുടെ പറഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരൊറ്റ മിനിറ്റ് സ്മൃതി, വർത്തമാനത്തിലേക്ക് ഒന്ന് വരണം. അല്ല സ്മൃതി, ഒരൊറ്റ മിനിറ്റ്. അല്ലല്ല, അങ്ങനെ പോകരുത്, അങ്ങനെ പോകുന്നത് ശരിയല്ലോ. ഞാനൊന്ന് ആ BJP പ്രതിനിധി പറഞ്ഞതിനോട് കൂടി അദ്ദേഹം ഈ രാമ എന്ന് പറയുന്ന ആദർശ പുരുഷ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു. എന്താ രാമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം? രാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ, യോജിപ്പിക്കുന്നവൻ എന്നല്ലേ? ഇവിടെ നിങ്ങൾ ഈ അമ്പും വില്ലും കുറച്ചു നിൽക്കുന്ന ശ്രീരാമ ഭഗവാന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ട് ചെയ്യുന്നത് എന്താ? അന്യമത വിദ്വേഷം ഉണ്ടാക്കുകയല്ലേ, അപരവിദ്വേഷം ഉണ്ടാക്കുകയല്ലേ? അതിന്റെ ഭാഗമായിട്ട് ഇതാ ഈ പറഞ്ഞ പള്ളി പൊളിച്ചിട്ടാണ് പണ്ട് അമ്പലം പൊളിച്ചിട്ടാണ് പണ്ട് മുഗൾ ചക്രവർത്തിമാർ ക്ഷേത്രം നിർമ്മിച്ചത്. അവിടെ ഇതാ ഞങ്ങൾ വീണ്ടെടുത്തു. ഇങ്ങനെ വർഗീയ കാലുഷ്യം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ രാമ എന്ന് പറയുന്ന ആദർശ പുരുഷനെ അവതരിപ്പിക്കാനാണെങ്കിൽ രാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രമിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിന് പകരം യുവരാജ് ഗോകുൽ മറുപടി പറയട്ടെ. ശ്രീ VPP മുസ്തഫ, ഒരു ചോദ്യം കൂടി. ശ്രീ VPP മുസ്തഫ, ഒന്ന് വർത്തമാന കാലത്തിലേക്ക് വരണം. Debate with Smriti Parithikad.